السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതം വിജയകരമാകാനാണ്. ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതത്തിൽ സുഖം ആസ്വദിക്കാനാണ്, സന്തോഷമുള്ള ജീവിതം കൈവരിക്കാനാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു ഒരുക്കിയ സ്വർഗം കരസ്ഥമാക്കാനാണ്, ആ സ്വർഗത്തിലെ സുഖാനുഭൂതികൾ ആസ്വദിക്കാനുമാണ്. അതിനുവേണ്ടിയാണ് നാം അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കാൻ ശ്രദ്ധിക്കുന്നത്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിക്ക് സ്വർഗം നേടിക്കൊടുക്കുന്ന ഒരുപാട് കർമ്മങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ധാരാളം കർമ്മങ്ങൾ നമുക്കറിയാം, നാം ചെയ്യുന്നവരുമാണ്. മുഅ്മിനീങ്ങൾ അങ്ങനെയാ, അവർ കർമ്മനിരതരാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ മുഅ്മിനീങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്.
അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുന്നവരാണ്, ആത്മീയതയുള്ളവരാണ്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ്, അതിനുവേണ്ടി പണിയെടുക്കാൻ സമയം കണ്ടെത്തുന്നവരാണ്. കർമ്മങ്ങളിൽ നിബിഡമാണ് ഇസ്ലാം. ഇസ്ലാമിൽ ഒരുപാട് കർമ്മങ്ങളുണ്ട്. അള്ളാഹു കൽപ്പിച്ച ചെയ്യേണ്ട കർമ്മങ്ങൾ, അള്ളാഹു നിരോധിച്ച ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ഒട്ടനവധിയാണ്. അള്ളാഹു കൽപ്പിച്ച കർമ്മങ്ങൾ ഓരോന്നും നാം പഠിക്കാൻ തയ്യാറാകുകയാണ് എങ്കിൽ, അതനുസരിച്ച് പ്രാവർത്തികമാക്കാൻ നമ്മുടെ ജീവിതത്തിൽ അവകൾ കൊണ്ടുവരാൻ തയ്യാറാകുകയാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് സാധിക്കും. അത്ര സിമ്പിളായ കർമ്മങ്ങളാണ്. അത് പഠിക്കാൻ നാം തയ്യാറാകണം എന്ന് മാത്രം. അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് സ്വർഗം നേടിക്കൊടുക്കുമെന്ന് പറഞ്ഞ 4 കർമ്മങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ 4 കർമ്മങ്ങളുടെ പ്രത്യേകത ചെയ്യാൻ എളുപ്പമുള്ളതാണ്, നിത്യം ചെയ്യാൻ പറ്റുന്ന അമലാണ്. അത് കൃത്യമായി ചെയ്താൽ ഈമാനിന് ശേഷം, മുഅ്മിനായതിനു ശേഷം അവൻക്ക് സ്വർഗം നേടിക്കൊടുക്കുന്ന അമലുമാണ്. അതിൽ ഒന്നാമത്തേത് 5 വഖ്ത് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതലാണ്. ആയത്തുൽ കുർസി 5 വഖ്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ഒരാൾ പാരായണം ചെയ്യുകയാണ് എങ്കിൽ അദ്ദേഹത്തെ ആ കർമ്മം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ മക്തൂബ, ആരെങ്കിലും 5 വഖ്ത് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണ് എങ്കിൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അൻ യമൂത്ത്, അവൻക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവനെ തടയുന്നത് അവൻ മരിക്കുക എന്നത് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. കൃത്യമായി 5 വഖ്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള തടസ്സം അവൻ മരിക്കൽ മാത്രമാണ്. മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. നമ്മൾ 5 വഖ്ത് നിസ്കരിക്കുന്ന ആൾക്കാരാണ്. നിസ്കാരത്തിന് ശേഷം അല്പം അവിടെ ഇരുന്ന് അദ്കാറുകൾ പൂർത്തിയാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ദിക്റുകളും ദുആകളും ചൊല്ലി കൂട്ടത്തിൽ ആയത്തുൽ കുർസിയും ഓതുകയാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവൻ മരിക്കേണ്ട താമസം അവൻ സ്വർഗത്തിലാണ് എന്ന്. ഈ ഹദീസ് ഇമാം നസായിയും ഇമാം തൊബ്രാനിയും ഇമാം ഇബ്നു ഹിബ്ബാനും ഒക്കെ ഉദ്ധരിക്കുകയും ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടു വന്ന ഹദീസാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്ത ഹദീസാണ്. പ്രിയമുള്ളവരെ, ആയത്തുൽ കുർസിയിൽ ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. ഒരുപാട് ശ്രേഷ്ഠത നമ്മൾ കേട്ടതാണ്. ആരെങ്കിലും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണ് എങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നത് വരെ അള്ളാഹുവിൽ നിന്നുമുള്ള ഒരു സംരക്ഷകൻ അവന്റെ കൂടെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം ഫളലുകളുള്ള ആയത്താണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസിന്റെ ഒരു ഫളലാണിത്. 5 വഖ്ത് നിസ്കാരത്തിന് ശേഷം അത് പാരായണം ചെയ്താൽ അവൻ ആ പാരായണം ചെയ്തത് കാരണത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രണ്ടാമത്തെ അമല്, ഒരു വ്യക്തി എപ്പോഴും അള്ളാഹുവിനോട് 3 പ്രാവശ്യം സ്വർഗത്തെ ചോദിക്കലാണ്. ഒരു ദിവസം ഒരു വ്യക്തിക്ക് 3 പ്രാവശ്യം അള്ളാഹുവിനോട് അള്ളാഹുവെ നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് പറയാനുള്ള തൗഫീക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവൻ സ്വർഗത്തിലാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മൻ സഅലല്ലാഹൽ ജന്നത 3 മറാത്തിൻ, ആരെങ്കിലും 3 പ്രാവശ്യം അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിച്ചാൽ ഖാലത്തിൽ ജന്ന അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, സ്വർഗം അള്ളാഹിനോട് ദുആ ചെയ്യും, അള്ളാഹുവേ നീ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. വമൻ ഇസ്തജാറ മിനൻ നാരി 3 മറാത്ത്,
ആരെങ്കിലും 3 പ്രാവശ്യം നരകത്തിൽ നിന്നും കാവൽ തേടിയാൽ ഖാലത്തിന്നാറു അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, നരകം അള്ളാഹിനോട് പറയും, അള്ളാഹുവേ നരകത്തിൽ നിന്ന് നീ അവനെ കാക്കണേ എന്ന്. സുബ്ഹാനല്ലാഹ്. നോക്ക് പ്രിയമുള്ളവരെ, സിമ്പിളാ. ഒരു ദിവസം 3 പ്രാവശ്യം അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന, അല്ലാഹുവേ നീ എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ, വഅഇദ്നി മിൻ അദാബിൽ ഖബർ വഅദാബിൻ നാർ, എന്നെ നീ ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും കാക്കണേ എന്ന് ദുആ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ അല്ലാഹുവേ എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് നീ എന്നെ കാക്കണേ എന്ന് ദുആ ചെയ്താൽ, ആ ദുആ കാരണമായി സ്വർഗവും നരകവും അവന് വേണ്ടി ദുആ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ സിമ്പിളായ അമല. നമുക്ക് ഒന്നുകിൽ അറിയില്ല എന്നതാണ്. അറിവില്ലാത്തവർ സ്വർഗത്തിൽ കടക്കാൻ പെടാപ്പാടുപെടും. അറിവുള്ളവർക്ക് സ്വർഗത്തിൽ കടക്കാൻ എളുപ്പമാണ്. ഒരുപാട് അമലുകളുണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ. സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന അമലുകൾ. നടക്കുമ്പോയോ ഇരിക്കുമ്പോയോ കിടക്കുമ്പോയോ 3 പ്രാവശ്യം അള്ളാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് പറയാൻ ആർക്കാ തടസ്സമുള്ളത്? പക്ഷെ തൗഫീഖ് കിട്ടണം. ഈ വക കാര്യങ്ങളൊക്കെ തൗഫീഖിൽ നിന്നും ഉണ്ടാകുന്നതാ. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. കാരണം അള്ളാഹു ഒരു വ്യക്തിക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കുകയും എന്നിട്ട് അള്ളാഹു അവന് പുറത്തു കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ഉണ്ടാകുകയില്ല എന്ന്. അപ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള തൗഫീഖാണ്. പാപങ്ങൾ സംഭവിച്ചു പോയാൽ അള്ളാഹു എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറയാൻ കിട്ടുക എന്നത് തൗഫീഖാണ്. എന്നതുപോലെ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് പറയാൻ കിട്ടുക എന്നത് തൗഫീഖാണ്. നിത്യം പറയണ മുഅ്മിനീങ്ങളെ, പ്രിയമുള്ളവരെ, അള്ളാഹുവേ നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ, നിന്റെ നരകം എനിക്ക് സഹിക്കൂല അല്ലാ, നരകത്തിൽ നീ എന്നെ കാക്കണേ അല്ലാ എന്ന് നിത്യം നാം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നാൽ അള്ളാഹ് തരിക തന്നെ ചെയ്യും. അള്ളാഹുവിനത് വിഷയമുള്ള കാര്യമല്ല. ഈ ഹദീസ് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയും ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകാര്യമാണ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത ഹദീസാണ്. ഈ ഹദീസും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാണ്. 3ാമത്തെ അമല് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ദിക്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്തിഗ്ഫാർ. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ലഫ്ലുകൾ ഉപയോഗിക്കും. അല്ലാഹുമ്മ ഗ്ഫിർലി, അസ്തഗ്ഫിറുല്ലാഹ് പോലുള്ള വ്യത്യസ്ത പ്രയോഗങ്ങൾ നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ ഇസ്തിഗ്ഫാറിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ. സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ്, ഉന്നതൻ, ശ്രേഷ്ഠതയുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ കൂട്ടത്തിൽ നേതാവായ, ഉന്നതയിലുള്ള, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്ർ. അൻ തഖൂൽ, നീ ഇങ്ങനെ പറയലാണ്, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയാണ് എൻ്റെ റബ്ബ്, നീയല്ലാതെ മഅബൂദായി ഇബാദത്ത് നൽകപ്പെടാനായി ആരുമില്ല. ഖലഖ്തനി, നീ എന്നെ സൃഷ്ടിച്ചു. വഅന അബ്ദുക്, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹ്ദിക്, ഞാൻ നിന്റെ കരാറിന്റെ മേലാണ്, നീയുമായി ഞാൻ കരാറിലാണ്. നിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാമെന്ന കരാറിലാണ്. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആ കരാറിലാണ് ഞാൻ. വവഅദിക മസ്തതഅതു, നിന്റെ വാഗ്ദാനത്തിലുമാ നീ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അമലുകൾ ചെയ്താൽ ഇന്ന കൂലി കിട്ടും, ഇന്ന കൂലി തരും, ഇന്ന പ്രതിഫലം തരും എന്ന് നീ പറഞ്ഞിട്ടുണ്ട്, നീ വാഅദ ചെയ്തിട്ടുണ്ട്. ആ വാഅദയിലുമാണ് ഞാനുള്ളത്. മസ്തതഅതു, എനിക്ക് സാധിക്കും വിധം നീ കൽപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കും, നീ നിരോധിച്ച കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കും. മസ്തതഅതു, നിരോധിച്ച കാര്യങ്ങൾ എന്തായാലും ഒഴിവാക്കണം, കൽപ്പിച്ച കാര്യങ്ങൾ സാധിക്കും വിധം ചെയ്യണം. അതാണ് അലാ വഅദിക, വഅദ്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഇന്ന പ്രവർത്തനം ചെയ്താൽ ഇന്ന പ്രതിഫലമുണ്ട് എന്ന വഅദ്, അതിന്റെ മേലുമാണ് ഞാൻ, എനിക്ക് സാധിക്കും വിധം. അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്ത എല്ലാ കാര്യത്തിൽ നിന്നും, എല്ലാത്തിന്റെയും ഷർറിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു.
അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് അനുഗ്രഹമായി ചൊരിഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഞാൻ സമ്മതിക്കുന്നു. എല്ലാ കാര്യങ്ങളും നിന്റെ അനുഗ്രഹങ്ങളെല്ലാം അത് നിന്റേതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അബൂഉ ബിദംബി, എന്റെ പാപം ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ഇന്നിന്ന പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു. എന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്, സമ്മതിക്കുന്നു. ഇഗ്ഫിർലി, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാപങ്ങൾ പുറത്തു തരാൻ വേറെ ആരുമില്ല അല്ലാ. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നമുക്ക് ഹിഫ്ദുള്ള ദിക്റായിരിക്കും. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു വഅബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഇഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ ദിക്ർ ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ഖാലഹാ മിനൻ നഹാർ, ആരെങ്കിലും പകലിൽ ഈ ദിക്ർ ചൊല്ലിയാൽ മൂഖിനൻ ബിഹാ, ഇതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട്, അർത്ഥം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്, ഇതിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും പകലിൽ ഈ ദിക്ർ ചൊല്ലിയാൽ ഫമാത മിൻ യൗമിഹി, ആ ദിക്ർ ചൊല്ലിയ ആ പകലിൽ അവൻ മരണപ്പെടുകയും ചെയ്താൽ ഖബ്ല അൻ യുംസിയ, വൈകുന്നേരം ആകുന്നതിന് മുമ്പ്, അതായത് രാത്രി ആകുന്നതിന് മുമ്പ് ആ പകലിൽ തന്നെ ആ ദിക്ർ ചൊല്ലിയ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയ വ്യക്തി മരണപ്പെട്ടാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ആൾക്കാരുടെ കൂട്ടത്തിലാണ് എന്ന്. വമൻ ഖാലഹാ മിനൽ ലൈൽ, ഈ ദിക്ർ ആരെങ്കിലും രാത്രി ചൊല്ലിയാൽ വഹുവ മൂഖിനും ബിഹാ, അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട്, അതിനുള്ള കാര്യങ്ങൾ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും രാത്രിയിൽ ഈ ദിക്ർ ചൊല്ലിയാൽ ഫമാത ഖബ്ല അൻ യുസ്ബിഹ, രാവിലെ ആകുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിന്റെ ആൾക്കാരിൽപ്പെട്ടവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്ർ ഹിഫ്ളാക്കേണ്ട ആവശ്യം നമുക്കുള്ളൂ. രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ ചൊല്ലിയാൽ, ആ ദിക്ർ ചൊല്ലിയ അന്നാണ് അവൻ മരണപ്പെടുന്നത് എങ്കിൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഈ ദിക്ർ ഹിഫ്ളാക്കുക, അതിന്റെ അർത്ഥം ഒരു ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് പഠിക്കുക. തൗഹീദാണ് അതിൽ മുഴുവനുള്ളത്. അബ്ദ് തന്റെ അബ്ദിയ്യത്ത് സമർപ്പിക്കാൻ റബ്ബിന്റെ മുമ്പിൽ, നീയാണ് എന്നെ പടച്ചത്, നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇബാദത്തിന് അർഹൻ നീ മാത്രമാണ്, ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം റബ്ബേ ഞാൻ ഏറ്റു സമ്മതിക്കുന്നു, നീ എനിക്ക് പുറത്തു തരണം, എന്റെ പാപങ്ങൾ പുറത്തു തരാൻ നീ അല്ലാതെ വേറെ ആരുമില്ല എന്ന് അടിമ അബ്ദിൻ അള്ളാഹുവിനോട് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹു അത് സ്വീകരിക്കുകയാണ്. ആ ദിക്റും ചൊല്ലി ആ ദുആവും ചൊല്ലി അന്ന് അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവർ, അതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസി ഹിഫ്ദില്ലാത്തവർ ഹിഫ്ളാക്കണം, ഈ ദിക്ർ ഹിഫ്ദില്ലാത്തവർ ഹിഫ്ളാക്കണം, നിത്യവും ഉരവിടാൻ ശ്രദ്ധിക്കണം. നാലാമത്തേത് വുളൂ ചെയ്തതിന് ശേഷമുള്ള ദുആ ആണ്. നമ്മളൊക്കെ വുളൂ ചെയ്യുന്നവരാണ്, 5 വക്ത് ഫർളിന് വേണ്ടി എന്തായാലും വുളൂ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയുബ്ലിഗു ഔ ഫയുസ്ബിഗുൽ വുളൂഅ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ വുളൂ പൂർണ്ണമായി നിർവഹിക്കുകയും സുമ്മ യഖൂലു, വുളൂ പൂർണ്ണമായും എടുത്തതിന് ശേഷം ഇങ്ങനെ പറയുകയും ചെയ്താൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞാൽ, ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തതിൽ കുറച്ചും കൂടി അധികം ഉണ്ട്. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ എന്ന് വുളൂ ചെയ്തതിന് ശേഷം പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നതി സമാനിയതി, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നതി സമാനിയ, അവന് സ്വർഗത്തിന്റെ 8 വാതിലുകൾ തുറക്കപ്പെടുന്നതാണ്. യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ, ആ സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ നിന്നും ഏത് വാതിലൂടെ വേണമെങ്കിലും അവന് പ്രവേശിക്കാവുന്നതാണ് എന്ന്. പ്രിയമുള്ളവരെ, 4 അമലുകൾ നിത്യം നമ്മൾ ചെയ്യുന്ന, നമുക്കറിയുന്ന 4 അമലുകളാണ്. ഇത് ശ്രദ്ധിക്കാൻ, ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. വളരെ സിമ്പിളായ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 4 അമലുകളാണ്. ഇത് നിത്യമാക്കുകയാണ് എങ്കിൽ ഈമാനിന് ശേഷം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന സൽക്കർമ്മങ്ങളിൽ പെട്ടതാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 കർമ്മങ്ങളെ നിത്യമാക്കാൻ, മുറുകെ പിടിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് വീണ്ടും എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള ധാരാളം അമലുകളുണ്ട്. വളരെ സിമ്പിളായി ചെയ്യാവുന്ന, എളുപ്പത്തിൽ ചെയ്യാവുന്ന അമലുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കർമ്മങ്ങൾ. ഈ കർമ്മങ്ങളെല്ലാം നമ്മെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കർമ്മങ്ങളാണ്. ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ അതോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം, ഈ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കപ്പെടുക മുവഹിദിൽ നിന്നും മാത്രമാണ്. ശിർക്ക് ചെയ്യുന്ന ആളാണ് എങ്കിൽ, കുഫർ ജീവിതത്തിലുള്ള ആളാണ് എങ്കിൽ, ഇങ്ങനെയുള്ള 1000 അമൽ ചെയ്തിട്ടും കാര്യമില്ല, അവന്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒരാൾ മരണപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് എങ്കിൽ, ഉറൂസ് നടത്തുന്ന ആളാണ് എങ്കിൽ, ദർഗയിൽ പോകുന്ന ആളാണ് എങ്കിൽ, ദർഗയിൽ തവാഫ് ചെയ്യുന്ന, ദർഗയ്ക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന, ദർഗയിൽ സുജൂദ് ചെയ്യുന്ന, അല്ലെങ്കിൽ ദർഗയിൽ നേർച്ച വഴിപാടുകൾ നടത്തുന്ന ആളാണ് എങ്കിൽ അവൻ മുശ്രിക്കാണ്, അവൻ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. അവൻ ഈ കർമ്മങ്ങളൊന്നും അല്ലാഹു സ്വീകരിക്കൂല. എന്നല്ല, അവന്റെ 5 വക്ത് നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ സക്കാത്തോ ഹജ്ജോ ഒന്നും അല്ലാഹു സ്വീകരിക്കൂല. നമ്മൾ ആരും വിചാരിച്ചു പോകണ്ട. ചില ആൾക്കാർ പറയാറുണ്ട്, ചില മരണപ്പെട്ട വ്യക്തിയെ കുറിച്ച്, ഓൻ ദർഗയിൽ പോകാറുണ്ട്, മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്, ഉറൂസൊക്കെ നടത്തുന്ന ആളാണ്, എങ്കിലും ഇന്ന് അമലുകളൊക്കെ ചെയ്ത ആളാണ്, അയാൾ സ്വർഗത്തിൽ പോകും. അയാൾ കൃത്യം നിസ്കരിക്കാൻ വരുന്ന ആളാണ്, കൃത്യം നോമ്പ് നോക്കുന്ന ആളാണ്, കൃത്യം ഹജ്ജ് ചെയ്യുന്ന ആളാണ്, ആള് സദഖ ചെയ്യാറുണ്ട്, സക്കാത്ത് കൊടുക്കാറുണ്ട്, ദിക്റുകളും ദുആയിലും എപ്പോഴും പള്ളിയിലാണ്, കാണുമ്പോ എല്ലാം ഖുർആൻ ഓതുന്ന ആളാണ്. വല്ലാഹി ഇതൊന്നും സ്വീകരിക്കൂല അവൻ ദർഗയിൽ പോകുന്നുണ്ട് എങ്കിൽ. ശിർക്കി കർമ്മങ്ങളെല്ലാം ബാത്തിലാക്കി കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ പ്രവാചകരെ, അങ്ങേക്ക് മുമ്പുള്ള സകല പ്രവാചകന്മാർക്കും നാം വഹ്യി നൽകിയിട്ടുണ്ട്, നാം അവർക്ക് വഹ്യി ഇറക്കിയിട്ടുണ്ട്. എന്താ വഹ്യി ഇറക്കിയത്? ലഇൻ അശ്റക്ത, താങ്കൾ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, ലയഹ്ബതന്ന അമലുക, താങ്കൾ ചെയ്ത കർമ്മങ്ങളെല്ലാം ബാത്തിലാണ്. പിന്നെന്ത് നിസ്കാരം? ശിർക്ക് ചെയ്തവന്റെ നിസ്കാരം സഹിയല്ല. ദർഗയിൽ പോകുന്നവനെ, മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ നോമ്പ് സഹിയല്ല. അവന്റെ ഹജ്ജ് കബൂലല്ല. അവന്റെ ദിക്റോ ഖുർആനോത്തോ പള്ളിയിൽ ഇത്തികാഫിരിക്കലോ ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല. ഈ ശിർക്ക് ചെയ്യലോടുകൂടി എല്ലാം ബാത്തിലായി. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നാളെ പരലോകത്ത് നഷ്ടവാളിയുമായിരിക്കും, നരകത്തിലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മമ്മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖലൻ നാർ. ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനായാണ് മരിക്കുന്നത് എങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്ന്. അവൻ നരകത്തിന്റെ അവകാശിയാണ്. മരണപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ. പിന്നെ അവൻ നിങ്ങൾ ഒരു ശുഭപ്രതീക്ഷയും നൽകേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവനോട് പറയുക, ദർഗയിൽ പോകാൻ പാടില്ല, മരിച്ചവർ വിളിക്കാൻ പാടില്ല. എങ്ങനെ ഈ പറയപ്പെട്ട അമലുകൾ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമാകുള്ളൂ. വളരെ സിമ്പിളായ അമലുകൾ, സ്വർഗം കരസ്ഥമാക്കി തരുന്ന അമലുകൾ, അതൊക്കെ ശിർക്കെന്ന മഹാപാതകത്തിലൂടെ, ഇന്ന ശിർക ലദുൽമുൻ അലീം, മഹാപാതകമാണ് ശിർക്ക്, അതിലൂടെ ഇല്ലാണ്ടായി പോകണം. ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ തൗഹീദ് ഷർത്താണ്. അള്ളാഹിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിനോട് വേവലാദികളും ആവലാദികളും പറയാൻ പാടുള്ളൂ. പ്രശ്നങ്ങൾ അള്ളാന്റെ മുമ്പിലേ വെക്കാൻ പാടുള്ളൂ. അള്ളാഹുവിലെ വരമേൽപ്പിക്കാൻ പാടുള്ളൂ. എല്ലാ പ്രതീക്ഷകളും അള്ളാഹുവിൽ നിന്നേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തൊരു വ്യക്തിയോ, അള്ളാഹു അല്ലാത്തൊരു ശക്തിയോ, അള്ളാഹു അല്ലാത്തൊരു വസ്തുവോ ആരാധിക്കപ്പെടാൻ പാടില്ല, ആശ്രയിക്കപ്പെടാൻ പാടില്ല, തവക്കുൽ ചെയ്യപ്പെടാൻ പാടില്ല, വരമേൽപ്പിക്കപ്പെടാൻ പാടില്ല, നേർച്ച വഴിപാടുകൾ നൽകപ്പെടാൻ പാടില്ല, സഹായം തേടപ്പെടാൻ പാടില്ല, ഇസ്തിഗാസ ചെയ്യപ്പെടാൻ പാടില്ല. അങ്ങനെയാണ് ഒരാൾ ചെയ്യുന്നത് എങ്കിൽ അവന്റെ എല്ലാ കർമ്മങ്ങളും ബാത്തിലാണ്. ഒരുപാട് പ്രവാചകന്മാരുടെ പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ എണ്ണി പറഞ്ഞു. വലിയ വലിയ പ്രവാചകന്മാർ, ഇബ്രാഹിം നബിയെ പോലുള്ള ഇമാമുൽ മുവഹിദീൻ എന്നറിയപ്പെട്ട മുവഹിദുകളുടെ ഇമാമുമാരുടെ പേരുകൾ എണ്ണിയിട്ട് അള്ളാഹു പറഞ്ഞു, ലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഈ പേര് പറയപ്പെട്ട 18ഓളം നബിമാർ
പ്രവാചകന്മാർ അവരെങ്ങാനും ശിർക്ക് ചെയ്താൽ അവർ ചെയ്ത കർമ്മങ്ങളെല്ലാം ബാത്തിലാകുന്നതാണ് എന്ന്. പ്രിയമുള്ളവരെ, അമ്പിയാക്കന്മാരുടെ അവസ്ഥ ഇതാണ് എങ്കിൽ, അമ്പിയാക്കന്മാരെ കുറിച്ചിട്ട് അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ് എങ്കിൽ, അവർ ശിർക്ക് ചെയ്താൽ അവരുടെ കർമ്മങ്ങളെല്ലാം ബാത്തിലാണ് എങ്കിൽ, നമ്മളിപ്പോൾ എത്രത്തോളം പേടിക്കണം, എത്ര ഗൗരവത്തിൽ അതിനെ കാണണം. മുനാഫിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, വമാ മനാഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ല അന്നഹും കഫറു ബില്ലാഹി വബിറസൂലിഹി വലാ യഅതൂന അസ്സലാത ഇല്ല വഹും കുസാല വലാ യുൻഫിഖൂന ഇല്ല വഹും കാരിഹൂൻ. മുനാഫിക്കുകളുടെ കർമ്മങ്ങൾ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവ് ചെയ്ത സംഭാവനകൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം കഫറു ബില്ലാഹ്, അവർ അള്ളാഹുവിൽ കുഫർ ചെയ്തവരാണ്, വബിറസൂലി, അള്ളാഹുവിന്റെ റസൂലിനെയും കുഫർ ചെയ്തവരാണ്, വലാ യഅതൂന അസ്സലാത ഇല്ല വഹും കുസാല, അവർ മടിയന്മാരായിട്ടാണ് നിസ്കരിക്കാൻ വരിക, വലാ യുൻഫിഖൂന ഇല്ല വഹും കാരിഹൂൻ, അവർ വെറുപ്പോട് കൂടിയല്ലാണ്ട് അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കൂല. അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കാൻ, പൈസ ചെലവാക്കാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് വെറുപ്പാണ്, അവർ ചെലവാക്കൂല. അള്ളാഹു നൽകിയ സമ്പത്ത് അവരുടെ സുഖത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ, അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിനെ സഹായിക്കാൻ വേണ്ടി, ദീനിന്റെ സമസ്ഥാപനത്തിന് വേണ്ടി അവർ ചെലവാക്കൂല. ആരെങ്കിലും നിർബന്ധിപ്പിച്ച് ചെലവാക്കിപ്പിച്ചാൽ തന്നെ മനസ്സിൽ ഇഷ്ടം ഉണ്ടാവും ചെയ്യില്ല, വെറുപ്പോട് കൂടിയ ചെലവാക്കുക. ഇല്ല വഹും കാരിഹൂൻ, മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിക്കില്ല എന്ന് പറയാൻ കാരണം എന്താ? അവരിൽ കുഫർ സംഭവിച്ചത് കൊണ്ടാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫർ സംഭവിച്ച, ശിർക്ക് സംഭവിച്ച ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞു, ഉലൈകല്ലദീന കഫറു ബിആയാതി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന്റെ, റബ്ബിന്റെ കൽപ്പനാ നിരോധന നിർദ്ദേശങ്ങളെ നിഷേധിക്കുകയും വലിക്കായിഹി, അവനെ കണ്ടുമുട്ടുന്നതിനെ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ, പരലോകത്ത് വെച്ച് അല്ലാഹനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിക്കുകയും ചെയ്തവർ, ഫഹബിതത് അഅമാലുഹും, അവരുടെ കർമ്മങ്ങളെല്ലാം ബാത്തിലാണ്. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, നാളെ പരലോകത്ത് അവർ ചെയ്ത ഉഹുദ് മലയോളം കുന്നുകൂടുന്ന കർമ്മങ്ങളാണെങ്കിലും ശരി, നാം അതിനൊരു വിലയും കൽപ്പിക്കുകയില്ല എന്ന് അല്ലാഹു പറയാ. ഒരു വിലയും നാം അതിന് കൽപ്പിക്കുകയില്ല, പുച്ഛത്തോടെ തള്ളിക്കളയും. അല്ലാഹു പറഞ്ഞത്, വഖദിന്നാ ഇലാ മാ ആമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബഅൻ മൻസൂറ, ഇവർ ചെയ്യുന്ന കർമ്മങ്ങളിലേക്ക് നാം ചെല്ലുകയും കാറ്റിൽ പാറുന്ന പൊടിയായി നാം ആ കർമ്മങ്ങളെ പറത്തിക്കളയുകയും ചെയ്യുമെന്ന്. എന്തുകൊണ്ടാണ്? ശിർക്ക് ചെയ്തത് കൊണ്ടാണ്, കുഫർ ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, കൂട്ടുകാരിൽ, കുടുംബക്കാരിൽ, വീട്ടുകാരിൽ, മക്കളിൽ, ഭാര്യമാരിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, ദർഗയിൽ പോകുന്നവരുണ്ടെങ്കിൽ തടയണം അവരെ. കാരണം അവരുടെ നിസ്കാരം ബാത്തിലാണ്, അവരുടെ സക്കാത്ത് ബാത്തിലാണ്, നോമ്പ് ബാത്തിലാണ്, ഹജ്ജ് ബാത്തിലാണ്, ഖുർആൻ പാരായണം, ഇഅ്തികാഫ് എല്ലാം ബാത്തിലാണ്. ഒന്നും അല്ലാഹു സ്വീകരിക്കൂല. നാളെ പരലോകത്ത് അവർ നരകത്തിലാണ്, കാലാകാലം നരകത്തിലാണ്. അല്ലാഹു ശിർക്ക് ചെയ്തത് ഒരിക്കലും പുറത്തു കൊടുക്കൂല, ശിർക്ക് ചെയ്തവനായാണ് മരിക്കുന്നത് എങ്കിൽ. അതുകൊണ്ട് തന്നെ തൗഹീദുള്ളവരായി ജീവിക്കണം. എന്നിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത വലിയാകാൻ, അള്ളാഹു അടുത്ത സാമീപ്യമുള്ളവനാകാൻ ദുനിയാവിൽ നമുക്ക് സാധിക്കണം. നാം ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹ് നടപ്പിലാക്കുന്ന രീതിയിൽ അള്ളാഹുമായി അഭേദ്യമായ ബന്ധം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ ഇബാദില്ലാഹ് ലൗ അഖ്സമ അലല്ലാഹി ലഅബർ, അള്ളാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട്, അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് അവർ പറഞ്ഞാൽ അള്ളാഹു അത് നടപ്പാക്കും. അങ്ങനത്തെ ആൾക്കാരെ പേടിക്കണം. അള്ളാഹിന്റെ ഔലിയാക്കളാണ് അവർ, അടുത്ത ആൾക്കാരാണ് അവർ. അങ്ങനെയുള്ള അടുത്ത ആളാകാൻ നമുക്ക് സാധിക്കണം കർമ്മങ്ങളിലൂടെ. നാളെ പരലോകത്ത് ഈ കർമ്മങ്ങൾ കാരണമായി അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹമായ സ്വർഗം നേടാനും അവിടെയുള്ള സുഖാനുഭൂതികൾ ആസ്വദിക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കാനും അങ്ങനെ തന്നെ മരിക്കാനും നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇഷ്ടകാല ജീവിതം അള്ളാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളുള്ളവരെ, ഒരു സുഹൃത്ത്, നമ്മുടെ സലഫി പ്രവർത്തകനായ ഒരു സുഹൃത്ത് 2-3 ദിവസം മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. ബോളന്തൂറുള്ള അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും നിങ്ങളുടെ ദുആയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പാവങ്ങളെല്ലാം പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗീയ പൂന്തോപ്പായി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا
إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين